ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 11. ആമേൻ. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ഈ വചനത്തെ ഓർത്തുകൊണ്ട് അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്യാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആസ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ പുറകോട്ടൊന്ന് ഇറങ്ങി ചിന്തിച്ചാൽ നമ്മുടെ ബലഹീനതകളിൽ ദൈവം നമുക്ക് തുണയായി നിന്നിട്ടില്ലേ? ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ എത്രയെത്ര സാഹചര്യങ്ങൾ ജീവിതത്തിന്മേൽ കടന്നു വന്നിട്ടുണ്ട്. ഒരുപാട് എണ്ണിപ്പറയുവാൻ ദൈവസന്നിധിയിൽ, കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ പറയുവാൻ എനിക്ക് അനവധി കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ, ആരെങ്കിലും ബലഹീനരായിട്ടിരിക്കുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾക്ക് മുമ്പിൽ അവർ പ്രയാസത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട് കഴിയുമ്പോൾ കർത്താവേ, അവരുടെ കാര്യം യഹോവയാകുന്ന ദൈവം സഹായിച്ച് സാധ്യമാക്കി കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നോക്കൂ, ആസ ഇവിടെ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു വലിയ നിസ്സഹായതയുടെ അവസ്ഥയിൽ ആസ എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ നിസ്സഹായതയുടെ അവസ്ഥയിലേക്ക് ഈ രാജാവ് എത്തപ്പെട്ടപ്പോൾ ദൈവസന്നിധിയിൽ ആ നിസ്സഹായത എന്തോ അവൻ എന്ത് ചെയ്യുന്നു, വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നിസ്സഹായതയുടെ അവസ്ഥകളിൽ ദൈവസന്നിധിയിൽ ആ നിസ്സഹായത വെളിപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് സഹായിപ്പാൻ സർവശക്തനാകുന്ന ദൈവം ഇറങ്ങി വരുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ യാത്രയിൽ എത്രയെത്ര കാര്യങ്ങളിൽ നമ്മൾ നിസ്സഹായരായിട്ട് തീർന്നിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചെയ്തു തീർക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും സഹായിക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ നമ്മളോട് ഒരു മനുഷ്യന് സഹായം ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മുടെ ജീവിതമായി തീർന്ന സാഹചര്യങ്ങൾ എത്രയെത്ര നമ്മുടെ സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കുവാനിടയാകണം. കർത്താവേ, നിസ്സഹായതയുടെ അവസ്ഥയിൽ ആരും എന്നെ സഹായിക്കുവാനില്ലാതിരുന്നപ്പോൾ, എനിക്ക് സഹായമറ്റവനായി ഞാൻ തീർന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ സഹായത്തിന് വേണ്ടി നിലവിളിച്ചപ്പോൾ സർവശക്തനാകുന്ന ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട്, എൻ്റെ സഹായത്തിന്റെ നിലവിളി കേട്ട് എന്നെ സഹായിച്ച സാഹചര്യങ്ങൾ അത് ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. ആമേൻ. ഇവിടെ ആസ ദൈവസന്നിധിയിൽ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവന്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നിസ്സഹായതയുടെ അവസ്ഥയിൽ അവനെ സഹായിച്ചോ ദൈവം. പ്രൈസ് ദി ലോർഡ്. 14-ാം അധ്യായം മുഴുവനും ഇന്ന് വീട്ടിൽ പോയിരുന്ന് വായിച്ചിട്ട് നിങ്ങൾ ആ ബലം ഏറ്റെടുത്തോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ നിസ്സഹായാവസ്ഥ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ യഹോവയാകുന്ന ദൈവം അവന്റെ കാര്യം സാധിപ്പിച്ചു കൊടുത്തു. അവൻ എന്താണോ ഭയപ്പെട്ടത് ആ ഭയത്തിൽ നിന്നൊക്കെയും അവനെ വിടുവിക്കുവാൻ, ഹല്ലേലൂയ, നൂറ്റാണ്ടുകളോളം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ ശക്തി അവനെ എതിർക്കുവാൻ, അല്ലെങ്കിൽ ആ ഇസ്രായേൽ ജനത്തെ എതിർക്കുവാൻ ഇടയാകാതെ വണ്ണം യഹോവയാകുന്ന ദൈവം തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് വചനം പറയുന്നത്. നൂറ്റാണ്ടുകളോളം നോക്കണമേ, ഒരു നിസ്സഹായ അവസ്ഥയിൽ സഹായത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ച ഒരു രാജാവ് അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അത് ആവശ്യപ്പെടുകയും ആ ഒരു സഹായത്തിന്റെ നിലവിളി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്തപ്പോൾ അവനെ സഹായിക്കുന്നതിന് വേണ്ടി തന്റെ ദൂതന്മാരെ ആസയ്ക്ക് വേണ്ടി ദൈവം അയച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെയും നിസ്സഹായ അവസ്ഥയിൽ നമ്മെ സഹായിക്കുവാൻ നമ്മുടെ കൂടെ ആരുണ്ട്? സർവശക്തനാകുന്ന ദൈവമുണ്ട്. നമുക്ക് ചെയ്തെടുക്കുവാൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട്, ഇല്ലയോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടന്നു ചെല്ലുവാൻ പറ്റാത്ത ഇടമുണ്ട്. അവിടെയൊക്കെ നമുക്ക് വേണ്ടി കടന്നു ചെല്ലുവാൻ ആരുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ സർവശക്തനാകുന്ന ദൈവം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആസയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ്
അവന്റെ നിസ്സഹായ അവസ്ഥയിൽ ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചത്. അപ്പോൾ ആസയുടെ സ്വഭാവം നമ്മൾ പഠിക്കണം. ആസ ആരായിരുന്നു എന്ന് മനസ്സിലാക്കണം. ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെയൊക്കെ ചരിത്രം എന്നെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ പറ്റും ആസയുടെ ചരിത്രം, ജീവിതം എന്തായിരുന്നു എന്ന്. പലരും ദൈവത്തെ വിട്ടുമാറി, ദൈവഭയം വിട്ടുമാറി, ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ വിട്ടുമാറി, ദൈവത്തിന് യോഗ്യമാകുന്ന വിധത്തിൽ രാജ്യഭരണം നടത്താതിരുന്നപ്പോൾ തന്റെ പിതാക്കന്മാർ പറഞ്ഞുപോയ അല്ലെങ്കിൽ കൊടുത്തതാകുന്ന ഉപദേശങ്ങൾ മുഴുവനും അത് തന്നെ അങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ രാജ്യഭരണം നടത്തിയത് കൊണ്ടാണ് ദൈവം അവനെ ഈ ആപത്തിൽ നിന്നും വിടുവിക്കുവാനിടയായത്. പ്രധാന അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ടെ. ആമേൻ ആമേൻ. നോക്കണമേ, നിസ്സഹായ അവസ്ഥയിൽ അവൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നതിന് മുന്നമേ അവന്റെ ജീവിതത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. മനസ്സിലായോ? ഞാൻ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ എൻ്റെ നിലവിളി അല്ലെങ്കിൽ എന്നെ സഹായിക്കുവാൻ സർവശക്തനാകുന്ന ദൈവം എൻ്റെ ചാരെ ഇറങ്ങി വരണമെങ്കിൽ ഞാൻ ആരായിരിക്കണം? ദൈവഹിതപ്രകാരം ജീവിക്കുന്നവനാകണം, ദൈവത്തിന് പ്രസാദമുള്ളവനാകണം, ദൈവത്തിന് യോഗ്യമാകുന്ന വിധത്തിൽ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നുമാറ് അങ്ങനെയുള്ള ഒരു ജീവിത സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ നിസ്സഹായ അവസ്ഥയിൽ വന്നു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറയുവാൻ പറ്റത്തില്ല. ആമേൻ. പ്രൈസ് ദി ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഈ ആസയുടെ സ്വഭാവം പറയുന്നുണ്ട്. അവന്റെ ഹൃദയം അവന്റെ ജീവകാലത്ത് യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. പലരുടെയും ഹൃദയം ദൈവസന്നിധിയിൽ നിന്നും മാറിപ്പോകുമ്പോൾ, ഹൃദയത്തിന്റെ വിചാരങ്ങൾ ദൈവത്തിന്റെ ആ ചിന്തകളിൽ നിന്നും മാറ്റി അവരുടേതാകുന്ന വിധത്തിൽ പോകുമ്പോൾ ആസ ചെയ്തത് എന്തുവാ? 15-ാം അധ്യായം 14-ാമത്തെ വാക്യം. ആമേൻ. അവന്റെ ഹൃദയം എന്തുണ്ടായിരുന്നു? ദൈവസന്നിധിയിൽ ഏകാഗ്രത ഹൃദയമുള്ള ഒരു മനുഷ്യനായിരുന്നു ആസ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ വംശാവലി എഴുതുമ്പോൾ അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ആസയുടെ പേര് എഴുതി ചേർക്കുവാൻ ഇടയായത്. മനസ്സിലായോ? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. നോക്കണമേ, വംശാവലിയിൽ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ എഴുതപ്പെട്ട വ്യക്തികളിൽ ഒരു വ്യക്തിയായി മാറുവാൻ ഇടയായി തീർന്നതിന്റെ കാരണം എന്തുവാ? അവന്റെ ഹൃദയം യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നു എന്നുള്ളതാ. പലപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയം പലപ്പോഴും ചഞ്ചലപ്പെട്ടു പോകാറുണ്ട് ചിലതൊക്കെ കാണുമ്പോൾ, ഇല്ലയോ? ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾ, തിക്തമാകുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിന്മേൽ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എൻ്റെ പിതാവ് പാടുന്ന ഒരു പാട്ടുണ്ട്. വിശ്വാസത്തിന്റെ ശോധനയിൽ അനേകർ വിശ്വാസം ത്യജിച്ചിടുമ്പോൾ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ മഹൽ വിശ്വാസം മതിയായത്. എന്നിട്ട് പാടുന്ന, വിശ്വാസ നായകനെ എൻ്റെ വിശ്വാസ കണ്ണുകളാൽ നോക്കി വിശ്വാസത്താൽ ഞാൻ ഓടിടുന്നു. ഹല്ലേലൂയ. ആ ഒരു പാട്ട് എൻ്റെ പിതാവ് എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ്. അപ്പോൾ നോക്കണമേ, വിശ്വാസത്തിന്റെ ജീവിതയാത്രയിൽ അനേകർ വിശ്വാസത്തെ ത്യജിച്ചുകൊണ്ട് അവർ കടന്നു പോകുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് ഹൃദയം ദൈവസന്നിധിയിൽ നിന്നും മാറിപ്പോകുന്നത് കൊണ്ടാണ്. ഹൃദയം ഏകാഗ്രമാകാതിരുന്നാൽ, ഇന്ന് പലരും ഹൃദയത്തെ ഏകാഗ്രമാക്കുവാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നറിയാമോ? യോഗയൊക്കെ അഭ്യസിക്കുന്നവരുണ്ട്, ഇല്ലയോ? പല വിധത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അവരുടെ ഹൃദയം ഒന്ന് ഏകാഗ്രമാക്കുവാൻ. ഒന്നും വേണ്ട, ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് മുട്ടുകളെ മടക്കുവാൻ ഇടയാകുമ്പോൾ, നമ്മുടെ ഹൃദയം ഏകാഗ്ര ഹൃദയത്തോടുകൂടി ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങുമ്പോൾ, ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ചിന്തകളെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ,
ഞാൻ കടന്നു പോകുന്നത് നേരായ വഴികളിലൂടെയാണോ എന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ശോധനകളിൽ നമ്മൾക്ക് തിരിച്ചറിയുവാൻ കഴിയുമ്പോഴാണ് ആശയെപ്പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിസ്സഹായതയുടെ അവസ്ഥയിൽ വന്നു നിൽക്കുമ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായിട്ട് സർവശക്തനാകുന്ന ദൈവം ഇറങ്ങി വരുവാൻ കഴിയുകയുള്ളൂ. ഹൃദയം ഏകാഗ്രതയില്ലെങ്കിൽ, ഹൃദയം ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയാൽ, ഹൃദയത്തിന്റെ ചിന്തകൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുമായിട്ട് സർവശക്തൻ ഇറങ്ങി വരുവാൻ കഴിയാതെ പോകും. ആസയുടെ ജീവിതത്തിൽ എന്തു ചെയ്ത 14-ാം വാക്യം? ആസയുടെ ഹൃദയം അവന്റെ ജീവകാലത്ത്, നോക്കണമേ, അവന്റെ മരണം വരെ ആരായിരുന്നു? യഹോവയെങ്കിൽ മാത്രം ഏകാഗ്ര ഹൃദയമുള്ളവനായിരുന്നു. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? അവന്റെ വല്യപ്പനാ. ആരാ വല്യപ്പൻ? ദാവീദ്. രാജ്യഭരണം ദാവീദിന്മേൽ ഭരണമേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് മരണത്തിന് മുന്നമേ ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഉപദേശം ഒന്ന് വായിച്ചിട്ട് നമുക്കൊന്ന് മടങ്ങി വരാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 മുതലൊന്ന് വായിച്ചാട്ടെ. എടുത്തു കൊടുക്കുമേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചതെന്തെന്നാൽ, ആമേൻ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്ക. നീ എന്തു ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടത്. നോക്കണമേ, ഹല്ലേലൂയ. ശലോമോൻ ദാവീദിന്റെ മരണം അടുത്തപ്പോൾ തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുക, ഒരു ഉപദേശം കൊടുക്കുകയാ. എന്തോ ഉപദേശം കൊടുക്കുന്നത്? നീ എന്തു ചെയ്താലും, നീ എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിനും നീ കൃതാർത്ഥനാകണം. നീ ഒരു വിജയിയാകണം. എന്തൊക്കെ ചെയ്യുന്നു, അല്ല എവിടേക്കൊക്കെ പോകുന്നു, എന്തു ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും അവന്റെ മേഖലകൾ, അവന് ഏത് മേഖലകളിലൂടെയും സഞ്ചരിക്കാം. രാജാവാകായി പാമ്പുക ഇല്ലയോ? ഒരു രാജ്യഭരണം ഏറ്റെടുക്കുന്ന വ്യക്തിക്കറിയാം ഏതൊക്കെ മേഖലകളിലൂടെ ആ വ്യക്തിക്ക് സഞ്ചരിക്കേണ്ടി വരും. രാജ്യത്ത് സമാധാനം നിലനിർത്തുവാൻ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തേണ്ടി വരും. അവൻ എന്തെല്ലാം ചെയ്താൽ അല്ലെങ്കിൽ രാജ്യം സമാധാനത്തിൽ പോകും, രാജ്യത്തിൽ അഭിവൃദ്ധി കൊണ്ടുവരുത്തുവാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവൻ ഒരു സക്സസ്ഫുൾ മനുഷ്യനായി തീരുവാൻ ഇടയാകണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഉപദേശം, നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുൻപാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരുപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ല എന്ന് യഹോവ എന്നോട് അരുളി ചെയ്ത വചനം താൻ ഉറപ്പിക്കേണ്ടതിനുമായി മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചും കൊണ്ട് അവന്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക. നോക്കണമേ, എവിടേക്ക് തിരിഞ്ഞാലും എന്ത് ചെയ്താലും നീ കൃതാർത്ഥനാകണമെങ്കിൽ ഒരു 5 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. 1, വഴിയെ നടക്കണം. കർത്താവ് പറയുന്ന വഴിയെ നടക്കണം. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന ചില വഴികളുണ്ട്. അതറിയണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കണം. അവൻ നമുക്ക് ഉപദേശിച്ചു തരും. ദൈവത്തിന്റെ ചട്ടങ്ങൾ എന്ത് ചെയ്യണം? പ്രമാണിക്കണം, അല്ലെങ്കിൽ പാലിക്കണം. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കണം, ദൈവത്തിന്റെ വിധികൾ പാലിക്കണം, ദൈവത്തിന്റെ സാക്ഷ്യങ്ങൾ പാലിക്കണം. മനുഷ്യപ്രകാരമുള്ള മനുഷ്യന്റെ ഇഷ്ടപ്രകാരം അവയെ പാലിക്കുക എന്നുള്ളതല്ല പറഞ്ഞു കൊടുക്കുന്നത്. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവവചനത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതും പ്രകാരം നടക്കണം. എങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ? ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ദൈവത്തിന്റെ ഒരു ഇഷ്ടപുത്രനായിട്ട് മാറത്തുള്ളൂ. അവനും അവന്റെ തലമുറകളും രാജാസനത്തിൽ ഇരിക്കുവാൻ നിനക്കും നിന്റെ തലമുറകൾക്കും ഇടയാകും. അപ്പൊ ദാവീദ് കൊടുത്തൊരു ഉപദേശം. അപ്പോൾ ഒരു മനുഷ്യൻ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ ഇടയാകുന്നതാണ് ഈ ഉപദേശം എന്ന് പറയുന്നത്. ഇന്ന് ആർക്കും ഇഷ്ടമല്ല ഉപദേശിക്കുന്നത്, ഇല്ലയോ? അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പൂർണ്ണത കൈവരിക്കുവാൻ
ഇടയാകുന്നത് ഉപദേശങ്ങൾ, പിതാക്കന്മാർ കൽപ്പിച്ചാക്കി വെച്ചിരിക്കുന്ന ഉപദേശങ്ങൾ. അത് അലലിയ അവനവന്റെ ഇഷ്ടപ്രകാരമുള്ളതല്ല, വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉപദേശം. ആ ഉപദേശത്തിനനുസരിച്ച് നടക്കുകയും പാലിക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ സാക്ഷ്യങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അലലിയ നിസ്സഹായതയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ അല്ലെങ്കിൽ അതിന് മറുപടിയുമായിട്ട് യഹോവയാകുന്ന ദൈവം, സർവശക്തനാകുന്ന ദൈവം ഇറങ്ങി വരുമെന്നുള്ളതിന്റെ തെളിവാ നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് ഒരു അലലിയ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതിന് ലഭിക്കപ്പെടുന്നതാകുന്ന ഉപദേശം. ഒന്ന് നമ്മൾ ശിശുക്കളായിരിക്കരുതെന്നും വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും സത്യത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിരിക്കണമെന്നും അല്ലെങ്കിൽ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ആടി ഉഴലുന്നവനാകാതിരിക്കണമെന്നും ചതി, ഉപായം എന്നിവയിൽ നിന്നുള്ള മോചനം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണമെന്നും സ്നേഹത്തിൽ സത്യം സംസാരിക്കണമെന്നും ആത്മീയ വിഷയത്തിലുള്ള വളർച്ച നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണമെന്നും ക്രിസ്തുവിൽ എല്ലാവരുമായിട്ടുള്ള ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പുലർത്തണമെന്നും എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അലലിയ നമുക്ക് അവിടെ കാണുവാൻ പറ്റും. 4-ാം അധ്യായം 14 മുതൽ അതിന് 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം വിജയകരമായി തീരുവാൻ ഉപദേശത്തിന് വലിയ അടിസ്ഥാനമുണ്ട്. ഈ ഉപദേശം എന്നാ തുടങ്ങിയെന്നറിയാമോ? ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിന്റെ യാത്രയിൽ ഇതാണ്, ഈ ഉപദേശമാണ് ആരംഭിക്കുന്നത്. ന്യായപ്രമാണത്തിലൂടെയുള്ള ഉപദേശം. ജനത്തിന്റെ ഇടയിൽ എന്തുണ്ടാകുന്നു? ശണ്ട കൂടുമ്പോൾ മോശ എന്തു ചെയ്തെന്നറിയാമോ? അവരിൽ ബുദ്ധിമാന്മാരായ ചില ആൾക്കാരെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ആക്കി വെച്ചു. അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ മോശയുടെ അടുത്ത് വരും. മോശ എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ പോയിരിക്കും. ദൈവസന്നിധിയിൽ പോയിരുന്നു കൊണ്ട് ദൈവത്തോടെ ആലോചന ചോദിക്കും. ദൈവം ആലോചന കൊടുക്കും. അത് ഇവർക്ക് എന്തായിട്ട് കൊടുക്കും? ഉപദേശമായിട്ട് കൊടുക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് എന്തായി തീർന്നു? അവസാനം ന്യായപ്രമാണമായി തീർന്നു. മോശയിലൂടെയാണ് ന്യായപ്രമാണം ഉണ്ടാകുന്നത്, ഇല്ലയോ? അല്ലലിയ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലുണ്ട്, ന്യായപ്രമാണത്തിന്റെ ദാതാവ് ആരാണ്? മോശയാണ്. അതിനുശേഷം യേശുക്രിസ്തു വന്നപ്പോൾ കൃപയും സത്യവും അലലിയ ആ ന്യായപ്രമാണത്തിന്റെ കാലഘട്ടം മാറി, ആ ഉപദേശം മാറിയിട്ട് കൃപയിലും സത്യത്തിലുമേക്ക് യേശുക്രിസ്തുവിന്റെ കാലഘട്ടം മുതൽ തുടങ്ങുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഉപദേശത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതനുസരിക്കുകയും അതും പ്രകാരം ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു പദവിയിലേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ വിചാരം പോലെ തന്നെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതാണ് അലലിയ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിന്റെ ഈ ഉപദേശം. അതിൽ 3 കാര്യങ്ങളാണ് മെയിനായിട്ടും അവർ ആഗ്രഹിച്ചത്. ഒന്ന്, സന്മാർഗം, ഈ ഉപദേശത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 2, സാമൂഹ്യ ആചാരം, കുടുംബ മര്യാദ. ഇത് 3മാണ് ന്യായപ്രമാണത്തിലൂടെ മോശ സ്ഥാപിച്ചെടുക്കുവാൻ ആഗ്രഹിച്ചത്. ഗൈഡൻസ് അലലിയ. ഉപദേശം എന്ന് പറയുമ്പോൾ അലലിയ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഉപദേശിക്കുവാൻ ഒരു അറുതിയുണ്ട്. പിന്നീടൊക്കെ അവരുടെ ജീവിതം അവരാണ് നയിക്കപ്പെടുന്നത്, ഇല്ലയോ? അല്ലലിയ. സഭയിൽ നമ്മൾക്ക് ഉപദേശിക്കുവാൻ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉപദേശിക്കുന്നുവെങ്കിൽ തന്നെയും ആ സാൻമാർഗികമാകുന്ന ജീവിതം തിരഞ്ഞെടുക്കുകയും അതും പ്രകാരം നയിക്കപ്പെടുകയും ചെയ്യുന്ന ഉത്തരവാദിത്തമാർക്കാ? അത് നമ്മൾക്ക് ഓരോരുത്തർക്കുമാ. അല്ലലിയ. വചനം പറഞ്ഞു തരാം. മോശയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഉപദേശം കൊടുത്തപ്പോൾ മോശയുടെ ഈ ന്യായപ്രമാണത്തിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ ഇടയായി തീർന്നത് 3 കാര്യം. ഒന്ന്, സന്മാർഗം, സാമൂഹ്യ ആചാരം, കുടുംബ മര്യാദ. ഇത് 3 ഉള്ളവരാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. ഒരു ദൈവ പൈതലിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഈ ലോകം കിട്ടിയാൽ, അതിനെ ഭരിക്കാൻ ഏൽപ്പിച്ചാൽ, ഇത് 3ഉം അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് കൊണ്ടുപോകും. വലിയ പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ. ദൈവമക്കളെ അടിച്ചാൽ തിരിച്ചടിക്കൂ. ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ദൈവമക്കൾ, ദൈവദാസന്മാരൊക്കെ ഉപദ്രവം ഏൽക്കുന്നു. അവരാരെങ്കിലും തിരിച്ചടിക്കുന്നതായിട്ട് കാണുന്നു. അതാണ് സ്നേഹം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹം. ഈ ന്യായപ്രമാണത്തിലൂടെയാണ് എന്ത് നടന്നത്? ഇസ്രായേൽ ജനം നയിക്കുന്നത്. ഈ കാലഘട്ടത്തിലും ഇതാണ് അവരുടെ അടിസ്ഥാനപരമായ കാര്യം. ഈ രാജ്യം നിലനിൽക്കുന്നത് പോലും ഈ ചിന്താഗതി അവരുടെ ഉള്ളിൽ കിടക്കുന്നു. മോശയുടെ ന്യായപ്രമാണം ഇപ്പോഴും ആരുടെ കയ്യിലുണ്ട്?
അതിന് പ്രകാരമാണ് ഇസ്രായേൽ ജനം ജീവിക്കുന്നത്. ദൈവത്തിന്റെ വേദനയെ അതാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഉപദേശം തെരഞ്ഞെടുത്ത ഭക്തനാകുന്ന ഒരു മനുഷ്യനായിരുന്നു ആര്? ആസ എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പോൾ ആസ തന്റെ ദൈവമാകുന്ന യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അങ്ങനെയാണ് വിളിച്ചപേക്ഷിച്ചത്. അവന്റെ നിസ്സഹായത വെളിപ്പെടുത്തിക്കൊണ്ടാണ് ദൈവസന്നിധിയിൽ അവൻ വെളിപ്പെടുത്തി ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത്. എന്തോ നിലവിളിക്കുന്നത്? 10 ലക്ഷത്തിൽ പരം വരുന്നതാകുന്ന സൈന്യം അവനെതിരെ വരികയാണ്. 5,80,000 പരം വരുന്ന ജനം ആസയുടെ കൂടെയുണ്ട്. ഒന്ന് ഓർത്തു നോക്കണമേ, ഒരു മനുഷ്യന് 2 ശത്രു എന്ന വിധത്തിൽ ഏകദേശം ഒരാള് അല്ലെങ്കിൽ ആസയുടെ കാലഘട്ടത്തിൽ അവന്റെ കൂടെ ഉണ്ടായിരിക്കുന്നത് ഏകദേശം ആ വചനം നിങ്ങൾ വായിക്കും മനസ്സിലാക്കാം. 5,80,000 പരം വരുന്ന ജനവും അവനെതിരെ നിൽക്കുന്നത് 10 ലക്ഷത്തിന് പുറത്തു വരുന്ന ജനവും പിന്നെ തേരുകളും. ഇവരാ കടന്നു വരുന്നത്. ആസയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതാണ് അവന്റെ നിസ്സഹായ അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞത്. സഹായിപ്പാൻ ദൈവത്തിനല്ലാതെ മറ്റേ ആർക്കും പറ്റത്തില്ല. അപ്പോൾ ദൈവം ആരാണെന്ന് ദൈവം തെളിയിച്ചു കൊടുക്കണം, ഇല്ലയോ? അപ്പൊ നിസ്സഹായ അവസ്ഥയിൽ ദൈവസന്നിധിയിൽ നിലവിളിച്ച ആസയുടെ ജീവിതത്തിൽ ദൈവം ആരാണെന്ന് ദൈവം തെളിയിക്കണം. 25-ാം സങ്കീർത്തനം 8, 9, 10 വാക്യങ്ങളിൽ ദൈവം നല്ലവനാണെന്ന് തെളിയിക്കുന്ന 4 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 25-ാം സങ്കീർത്തനം 8, 9, 10 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു. അപ്പൊ അവൻ നല്ലവനും നേരുള്ളവനുമാകുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. ആമേ. നോക്കണമേ, യഹോവയാകുന്ന ദൈവം നല്ലവനാണെന്ന് ആർക്കറിയാം? ദാവീദിനറിയാം. ഹല്ലേലൂയ. ആ വഴികളിലൂടെ നടക്കുന്ന ആസയ്ക്കറിയാം തന്റെ പിതാവിന്റെ ദൈവം ഇവനും ആരായിരിക്കും? നല്ലവനായിരിക്കും. കാരണം എന്താ? അവന്റെ ഹൃദയം ജീവിതകാലം മുഴുവനും ഏകാഗ്ര ഹൃദയമുള്ളവനായി ദൈവസന്നിധിയിൽ നടക്കുമ്പോൾ അവനൊരു നല്ല വഴി കാണിച്ചു കൊടുക്കുവാൻ ആരൊക്കെ കഴിയും? ഈ സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയും. നിങ്ങൾ അടിവരയിട്ടോണം, നമ്മുടെ ദൈവം നല്ലവനാണെന്നുള്ളത് തെളിവാ. അവന്റെ സാക്ഷ്യങ്ങൾ പ്രമാണിക്കുന്ന ഒരു ഭക്തന് ദൈവം തന്റെ വഴികളെ അവൻ കാണിച്ചു കൊടുക്കും. തന്റെ സാക്ഷ്യങ്ങളെ ആളിലെ പ്രമാണിക്കുന്നവൻ അവൻ ന്യായമായിട്ട് അവന്റെ കൂടെ നിൽക്കും. അല്ലെങ്കിൽ അവന്റെ ദൈവവും അവന്റെ സത്യവും തന്റെ മക്കൾക്ക് അവൻ കാണിച്ചു കൊടുക്കും. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ സർവശക്തനാകുന്ന ദൈവം ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അവൻ നല്ലവനാണെന്ന് സമൂഹത്തിന് അല്ലെങ്കിൽ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ള ചരിത്രം എന്റെ ദൈവത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ ദൈവത്തിലാണ് നമ്മൾ ശരണം പ്രാപിച്ചിരിക്കുന്നത്. ഇപ്രകാരം ജീവിച്ച ആസ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാ. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, കർത്താവേ നമ്മൾക്കെതിരെ നിൽക്കുന്നവർ എത്ര ബലവാന്മാരാ. അത് ഒരുപക്ഷെ ഇപ്പോഴുള്ള തലമുറകളുടെ അടുത്തൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പണ്ടേയുള്ള പിതാക്കന്മാരോട് ചോദിച്ചു നോക്കണം. അവർ കർത്താവിന് വേണ്ടി നിലനിന്ന, ഈ സുവിശേഷത്തിന് വേണ്ടി നിലനിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറായി നിന്ന ഭക്തന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ബലവാന്മാരായിരുന്നു. എന്നാൽ ബലഹീനരാകുന്ന അവരെ സഹായിക്കുന്നതിന് വേണ്ടി സർവശക്തനാകുന്നതിൽ ഇറങ്ങി വന്ന് സഹായിച്ച അനുഭവങ്ങൾ നമ്മുടെ ഭക്തന്മാർക്ക് എണ്ണി എണ്ണി പറയുവാൻ പറ്റും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇന്ന് കേട്ടതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവനോട് ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും എത്ര വലുതാ. അപ്പോൾ വിജയത്തിന് നമുക്ക് മറ്റാരിലും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ നമ്മൾക്ക് ആശ്രയിക്കുന്നവനാകുന്ന ദൈവം നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുമെങ്കിൽ പിന്നെ മനുഷ്യനിൽ നമ്മൾ ആശ്രയിച്ചിട്ട് കാര്യമുണ്ടോ? പലപ്പോഴും നമ്മൾ കാര്യങ്ങളുടെ പൂർണ്ണതയിൽ എത്തിച്ചു തരുവാൻ വേണ്ടി മനുഷ്യരിൽ ചിലരൊക്കെ അഭയം പ്രാപിക്കാറുണ്ട്. എന്നാൽ ദൈവം പറയുന്നത് എന്തുവാ? മനുഷ്യനിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ഭാഗം കാണാൻ പറ്റും.
മനുഷ്യനിൽ ആശ്രയിക്കരുത്, ജഡത്തിൽ ആശ്രയിക്കരുത്. യേശുക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് എന്തുകൊള്ളൂ, കാര്യത്തിന് ഒരു സമാപ്തി വരുത്തുവാൻ കഴിയുകയുള്ളൂ. ആ ദൈവസന്നിധിയിൽ നിസ്സഹായതയുടെ അവസ്ഥയിൽ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയുമായി ദൈവം നിന്നു. ഇന്ന് പകൽക്കാലം ആരൊക്കെ നിസ്സഹായതയുടെ അവസ്ഥയിൽ ദൈവത്തോട് നിലവിളിച്ചവരുണ്ട്? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവസന്നിധിയിൽ ആശയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുമോ? കർത്താവേ, എന്റെ നിസ്സഹായതയുടെ അവസ്ഥ ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ വെളിപ്പെടുത്തുന്നു. എന്റെ നിസ്സഹായതയുടെ അവസ്ഥ ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിസ്സഹായരായി തീർന്ന ഒരു പത്രോസിനെ നമുക്ക് കാണുവാൻ പറ്റും. ഗലീലയിലെ ലീലിയോ ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുത്താട്ടെ. അതിന് ശീമോൻ, ആമേൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ആമേൻ, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. നോക്കണമേ, അവിടെ പറയപ്പെടുന്ന ഒരു നിസ്സഹായതയുണ്ട്. എന്തുവാ നിസ്സഹായത അവിടെ കാണുന്നത്? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അവിടെ വെളിപ്പെടുത്തുന്നത് എന്തുവാ? അവന്റെ നിസ്സഹായതയാ. ഹല്ലേലൂയ. എത്രയോ എത്രയോ രാത്രികളിൽ ആ ഈ കടൽക്കര ഗന്നസരത്ത് തടാകത്തിൽ മീൻ പിടിച്ച പത്രോസിന് മീനിന്റെ എവിടെയൊക്കെ മീൻ കിട്ടുമെന്നും വെള്ളത്തിന്റെ ഓളങ്ങൾ കണ്ടുകൊണ്ട് മീൻ എവിടെയൊക്കെ ഉണ്ടാകുമെന്നും നന്നായിട്ട് അറിയുവാൻ കഴിയുന്ന പത്രോസിന് ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവന് മീൻ കിട്ടാതെ നിസ്സഹായനായിട്ട് നിൽക്കുമ്പോൾ അവന്റെ പടകിലേക്കാണ് ആര് കയറിയത്? ആമേൻ. നമ്മുടെ പടകിൽ ആരുണ്ട് ഇപ്പം? ആമേൻ. എന്റെ നിസ്സഹായയുടെ അവസ്ഥയിലേക്ക് ഇത് അറിഞ്ഞുകൊണ്ട് മാത്രമാ ദൈവം പത്രോസിന്റെ അടുത്തിലേക്ക് ചെന്നത്. പക്ഷെ അത് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാ? അല്ല, പത്രോസിനാ. അവനെ നിസ്സഹായത വെളിപ്പെടുത്തേണ്ടെന്ന് ഉത്തരവാദിത്തം പത്രോസിനുണ്ട്. അവന്റെ പരാജയം എന്താണെന്ന് ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തേണ്ടെന്ന് ഉത്തരവാദിത്വം പത്രോസിനുണ്ട്. എങ്കിൽ മാത്രമേ അവനെ സഹായിക്കുവാൻ സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയൂ. എന്ന് പകൽക്കാലം ഞാനൊരു ദൂത് വിളിച്ചു പറയാം. നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ലെന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ കടന്നു വരുമ്പോൾ ആ നിസ്സഹായത എങ്ങനെയാണ് ഉണ്ടായത് എന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ പരാജയം എവിടെയാണ് സംഭവിച്ചതെന്ന് ദൈവസന്നിധി നിങ്ങൾക്ക് ഏറ്റു പറയുവാൻ ഇടയായെങ്കിൽ മാത്രമേ നിങ്ങളെ സഹായിക്കുവാൻ ദൈവത്തിന് കഴിയൂ. എന്റെ നിസ്സഹായത്ത അവസ്ഥ ഞാൻ വെളിപ്പെടുത്താത്ത കാലത്തോളം സർവശക്തനാകുന്ന ദൈവത്തിന് എന്നെ സഹായിക്കുവാൻ കഴിയാതെ പോകും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നിസ്സഹായ അവസ്ഥ ദൈവസന്നിധിയിൽ ഒന്ന് വെളിപ്പെടുത്തുവാൻ പറ്റുമോ? നിങ്ങളുടെ പരാജയം ദൈവസന്നിധിയിൽ ഒന്ന് വെളിപ്പെടുത്തുവാൻ പറ്റുമോ? കർത്താവേ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പരാജയം ഇതാണ്, എന്റെ നിസ്സഹായാവസ്ഥ ഇതാണ്. അത് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വാക്ക് നിനക്കുണ്ടാവും. ഒരു വാക്ക് ഉണ്ടാകുന്നു, ഇല്ലയോ? നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തിയപ്പോൾ ദൈവം അവനോട് പറയുന്നതാകുന്ന ചില വാക്ക്, ആ വാക്കിന്റെ മുമ്പിൽ എന്ത് ചെയ്തു? അവൻ അനുസരിച്ചു. അതാണ് ഉപദേശം എന്ന് പറയുന്നത്. അതാണ് ഉപദേശം എന്ന് പറയുന്നത്. ആ വാക്ക് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. പത്രോസിന് വേണമെങ്കിൽ അത് നിരാകരിക്കാം, ഇല്ലയോ? വേണമെങ്കിൽ ആർഗ്യുമെന്റ് ചെയ്യാം. യേശുവിനോട് പറയാം, ഈ കടൽ മൊത്തം എനിക്കറിയാവുന്നതാ, ഈ കടലിലെ ഓളങ്ങളും തിരമാലകളും ഇതിന്റെ അവസ്ഥയും ഒക്കെ നന്നായി അറിയാവുന്നതാ. എന്റെ പരാജയം ഞാൻ സമ്മതിക്കത്തില്ല. ഇനിയുള്ള രാത്രികളിൽ വേണമെങ്കിൽ ഞാൻ അധ്വാനിച്ചു കൊള്ളാം. പക്ഷെ അവൻ അത് പറ്റി അറിഞ്ഞില്ല. അവന്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് ആഴത്തിലേക്ക് പടകിനെ മാറ്റുവാനിടയായി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കുന്നവൻ, അതാണ് ഞാൻ പറഞ്ഞ ഉപദേശത്തിന് വലിയ അടിസ്ഥാനമുണ്ട് ദൈവമക്കളെ. ഉപദേശം അനുസരിക്കുന്നതിന് അനുഗ്രഹമുണ്ട്. ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ കേൾക്കപ്പെടുന്നതാകുന്ന ഉപദേശങ്ങൾ അനുസരിക്കുവാൻ, അവന്റെ വാക്കിന് ശ്രദ്ധ കൊടുക്കുവാൻ ഇടയായി പോകാതിരുന്നാൽ നിങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ നിങ്ങൾ ഒറ്റക്കായി പോകും. ദൈവത്തിന് നിങ്ങളെ സഹായിക്കുവാൻ പറ്റാതെ പോകും. അവിടെ ഞാൻ ഇതൊന്നും പകൽക്കാലം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അവന്റെ പടകിൽ മാത്രമല്ല അവന്റെ കൂടെയുള്ളവരെയും കൂടെ അവൻ മാടി വിളിച്ചു. അവൻ മാടി വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തുവാ? അവൻ ബെഗ് ചെയ്തതാണ്, ഇല്ലയോ?
പ്രൈസ് ദി ലോർഡ്. ഒന്ന് വാ. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? അവന്റെ കൂടെ ഉള്ളവർക്കും പ്രൈസ് ദി ലോർഡ് ഒന്നും കിട്ടിയിട്ടില്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചവൻ പ്രൈസ് ദി ലോർഡ് അവന്റെ പടകിലേക്ക് മീൻകൂട്ടം കൂടുവാൻ പോകുമ്പോൾ അവൻ കൂടെയുള്ളവനെ അവിടെ വിളിച്ചിട്ട് അവിടെ പറഞ്ഞത് 2 പടകിലും മീൻ നിറച്ചെന്ന. അപ്പൊ നീ ഞാനും ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നമ്മുടെ കൂടെ ഉള്ളവനും കൂടെ ഒരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിസ്സഹായത നീ വെളിപ്പെടുത്തിയാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ പരാജയത്തെ ദൈവസന്നിധിയിൽ സമ്മതിച്ചാൽ, ദൈവത്തിന്റെ വാക്ക് നീ കേട്ടനുസരിച്ചാൽ, നിനക്ക് മാത്രമല്ല നന്മ ലഭിക്കുന്നത്, നിന്റെ കൂടെയുള്ളവനും കൂടി അനുഗ്രഹം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. നാം ചെല്ലുന്ന ഇടം നമുക്ക് അവകാശമായി ലഭിക്കും. ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഞാൻ അത് വചനം വായിച്ചിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. കർത്താവേ, ഞാൻ മൂലം എന്റെ കൂടെയുള്ളവരും കൂടെ അനുഗ്രഹം പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാലൊന്ന് സ്ഥിതി നോർത്തെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മൂലം അല്ലെങ്കിൽ മറ്റൊരാൾ അനുഗ്രഹം പ്രാപിക്കുന്നു, അയാൾ മൂലം മറ്റൊരാൾ അനുഗ്രഹം പ്രാപിക്കുന്നു. അപ്പോൾ മുഴുവനും അനുഗ്രഹം, ദൈവസന്നിധിയിൽ നന്മ. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിന്റെ ഏകാഗ്രതയോടുകൂടി ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ, നിസ്സഹായത വെളിപ്പെടുത്തുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവസന്നിധിയിൽ പരാജയം സമ്മതിക്കുമ്പോൾ, ദൈവത്തിന്റെ ഉപദേശങ്ങൾ കേൾക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, ആഴത്തിലേക്ക് ഇറങ്ങുവാൻ തയ്യാറാകുമ്പോൾ, അവന് ലഭിക്കപ്പെടുന്ന നന്മകളും അനുഗ്രഹങ്ങളും അവന് മാത്രമല്ല അവന്റെ കൂടെയുള്ളവനും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ഈ വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. പിതാക്കന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം അവരുടെ തലമുറകൾക്കും കൂടി അവകാശപ്പെട്ടതാ. പക്ഷെ അതിന്റെയൊക്കെ ഒരു തെളിവായത് അവന്റെ കൂടെയുള്ളവനും കൂടി അവൻ മാടി വിളിച്ചു. ആ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 വായിച്ചു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് ഈ അനുഗ്രഹമൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ, ദർശനം പ്രാപിക്കുവാൻ കഴിഞ്ഞവന് മനസ്സിലായി ഇത് ഹല്ലേലൂയ. അവൻ ചെയ്ത എന്തോ പരിപാടി ഇവിടെ പറയുന്നത്, അവൻ അത് ഉപേക്ഷിച്ചു. ഇതൊന്നും വലിയ കാര്യമല്ല. വലിയ കാര്യം എന്തുവാ? ഈ അത്ഭുതം കാണിച്ചവന്റെ കൂടെ നടക്കുക എന്നുള്ളതാ. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിന്റെ മകളെ, നമ്മൾ ദൈവത്തോടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ വലിയ അനുഗ്രഹം പ്രാപിക്കാം, വലിയ നന്മകളൊക്കെ പ്രാപിക്കാൻ പറ്റും. പക്ഷേ അതൊന്നുമല്ല വലുത്. ഈ ലോകത്തിൽ കാണുന്ന വലിയ അനുഗ്രഹങ്ങളൊന്നുമല്ല വലിയ കാര്യം. എൻ്റെ ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ കഴിയുന്നു എന്നുള്ളതാ വലിയ കാര്യം. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിന്റെ കൂടെ വസിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് വലിയ കാര്യം. പ്രൈസ് ഹല്ലേലൂയ. അതിനെന്ത് വേണം? നമുക്ക് ഒരു ഏകാഗ്ര ഹൃദയം വേണം. പത്രോസ് എന്ത് ചെയ്തു? അവസാനം കാണുന്നത്, അവൻ അതെല്ലാം ഉപേക്ഷിച്ചു, യേശുവിന്റെ കൂടെ അങ്ങ് പുറപ്പെട്ടു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് തയ്യാറാകും? പ്രൈസ് ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ വിരമിപ്പിക്കുവാൻ ആഗ്രഹിക്കും. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാമോ? പ്രൈസ് ഹല്ലേലൂയ. നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തിയ ആസ ദൈവസന്നിധിയിൽ അവൻ നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവന്റെ സൈന്യത്തെക്കാൾ ഇരട്ടി ശക്തിയുള്ള സൈന്യം അവനെതിരെ വന്നത്. അവ ദൈവസന്നിധിയിൽ പറയുവാനിടയായി, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ നീ അല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ജീവിതയാത്രയിൽ പ്രൈസ് ഹല്ലേലൂയ ഈ അനുഭവത്തിലൂടെ കടന്നുപോയവർ എത്ര പേരുണ്ട്? ബലവാനും ബലഹീനനും. ആമേൻ. ഈ രാജ്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ നമുക്ക് കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. നമ്മെക്കാട്ടിലും ബലവാന്മാർ ഒത്തിരി പേരുണ്ടായിരുന്നു. നിങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല, നിങ്ങൾ ഈ രാജ്യത്തു നിന്ന് പോകേണ്ടി വരും, നിങ്ങളുടെ കാര്യം നടക്കത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും തെളിവ് സഹിതം നമ്മളോട് പറഞ്ഞവരില്ലേ? എന്നാൽ നിനക്ക് വേണ്ടി കാര്യങ്ങളെ സാധിപ്പിച്ചു തന്നത് നിന്റെ നിസ്സഹായ അവസ്ഥ ദൈവത്തോട് പറഞ്ഞതുകൊണ്ടാണ്. നിന്റെ തലമുറകളെ ദൈവസന്നിധിയിൽ നിർത്തിക്കൊണ്ട് നിസ്സഹായ അവസ്ഥയായി പ്രാർത്ഥിച്ച മാതാപിതാക്കൾ എൻ്റെ വാക്കുകളെ കേൾക്കുന്നവരുണ്ടോ? കർത്താവേ, ഞങ്ങൾ നിസ്സഹായ അവസ്ഥയിലാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആയുസ്സും ആരോഗ്യവും ഒരു നിസ്സഹായതയുടെ അവസ്ഥയിലൊക്കെ എത്തപ്പെട്ടപ്പോൾ പ്രൈസ് ഹല്ലേലൂയ കാര്യം സാധിപ്പിച്ചു തരുവാൻ ആരുമില്ലല്ലോ എന്ന് ദൈവത്തോടെ നിലവിളിച്ചപ്പോൾ എന്നെ സഹായിക്കുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വന്ന
സഹായ സമയങ്ങളൊന്ന് ഓർക്കുവാൻ കഴിയുമോ? ദൈവസന്നിധിയിൽ എത്ര പേർക്ക് നന്ദി പറയുവാൻ പറ്റും? നീ അറിയാത്ത വഴികളിലൂടെ നിന്നെ വഴി നടത്തിയവനാകുന്ന ഒരു ദൈവമായി എൻ്റെ ദൈവം. കാരണം എന്താണെന്നറിയാമോ? സഹായത്തിനുള്ള നിലവിളി ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ, ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി നിലവിളി ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ, നിസ്സഹായ അവസ്ഥയിൽ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ, കാര്യങ്ങളെ സഹായിച്ചു തരുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ, നീ അറിയാത്ത വഴികൾ, അറിയാത്ത വിധങ്ങളിൽ നിന്നും ചില വഴികൾ നിനക്കും എനിക്കും വേണ്ടി തുറന്നു തന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അറിയാത്ത വഴികളിലൂടെയുള്ള എത്ര ടെലിഫോൺ കോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഓർക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ, എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു എന്ന് പാട്ട് പാടിയ ഹല്ലേലൂയ ഒരു ഭക്തനാകുന്ന ദൈവദാസനുണ്ട്. ഹല്ലേലൂയ. തൻ്റെ ജീവിതയാത്രയിൽ അനുഭവത്തിലൂടെ ഹല്ലേലൂയ സഹായമറ്റവനെ നിസ്സഹായ അവസ്ഥയിലായിത്തീർന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ നിരവധി പാട്ടുകൾ പാടിയതിൻ്റെ ഒരു പാട്ടാണ് കാണുന്നു ഞാൻ വിശ്വാസത്താൽ. നമ്മുടെ പിതാക്കന്മാർ കണ്ടത് വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടുകൂടി അവർ ജീവിച്ചപ്പോൾ അവരുടെ തലമുറകളെയൊക്കെ ഹല്ലേലൂയ ദൈവം മാനിക്കുവാനിടയായി തീർന്നത് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഏകാഗ്രതയോടുകൂടി അവർ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നതുകൊണ്ടാണ്. യഹോവയ്ക്ക് പ്രസാദകരമായ അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമാകുന്ന പ്രവൃത്തികൾ അവർ ചെയ്തതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവം അവരെയൊക്കെ വഴി നടത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഈ മാതാപിതാക്കൾ ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയവരാ, നിസ്സഹായരായവർ നിന്നവരാ, ആരും സഹായിക്കുവാനില്ലാതെ ഒറ്റയ്ക്കായിപ്പെട്ടവരാ, തലമുറകളെ ഓർത്ത് ദിനരാത്രങ്ങൾ കണ്ണുനീരോടുകൂടി നിലവിളിച്ചവരാ. അവർ ദൈവത്തോടെ പല ആവർത്തി ഈ വാചനം ഉച്ചരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചവരാ. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ കർത്താവേ നീ അല്ലാതെ മറ്റാരുമില്ല എന്ന് ദൈവത്തോടെ രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിച്ച അനേക ഭക്തന്മാർ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാമും കടന്നു പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കുവാൻ പറ്റുമോ? സഹായിക്കുവാൻ ആരുമില്ലെങ്കിലും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി സർവശക്തനാകുന്ന ദൈവം ഇറങ്ങി വരുമെന്നുള്ളതിന് മാറ്റമില്ലാത്ത കാര്യമാണ്. ഹല്ലേലൂയ. അതിന് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് ഒന്ന് ഉപദേശം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുക എന്നുള്ളതാണ്. ആ ഉപദേശം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുമ്പോൾ ആമേൻ അത് നമ്മെ പൂർണ്ണതയിലേക്ക് നമ്മെ കർത്താവ് കൊണ്ടെത്തിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു പൂർണ്ണത കൈവരിക്കുന്നത് ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ അപ്രകാരം അനുസരിക്കുകയും അതുപ്രകാരം ജീവിതം നയിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. സന്മാർഗം, സാമൂഹ്യാചാരം, കുടുംബമര്യാദ, ഇത് അല്ലെങ്കിൽ ഒരു ഉപദേശത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ വചനം, ന്യായപ്രമാണത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അത് ക്രിസ്തുവിന്റെ കാലഘട്ടമായപ്പോൾ കൃപയിലൂടെയും സത്യത്തിലൂടെയും കർത്താവ് നമ്മെ വഴി നടത്തുവാൻ തുടങ്ങി. ആമേൻ. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് പ്രമാണിക്കുവാൻ കഴിയുമോ? ദൈവമായ യഹോവ വിളിച്ചപേക്ഷിച്ചു, നിസ്സഹായത വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അവൻ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു. അവനെ ദൈവം നേർവഴി നടത്തി, അവന് ന്യായം പറഞ്ഞു കൊടുത്തു, അവന് ദൈവത്തിന്റെ ദയ ഉണ്ടായി, സത്യത്തിൽ അവനെ വഴി നടത്തുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ ദുഃഖിതനായി നിസ്സഹായ അവസ്ഥയിലായി തീർന്ന പത്രോസ് ദൈവസന്നിധിയിൽ അവന്റെ പരാജയം ഏറ്റുപറഞ്ഞപ്പോൾ, അവന്റെ നിസ്സഹായത വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ, ഗുരുവിന്റെ വാക്ക് കേട്ട് ഹല്ലേലൂയ അപ്രകാരം അനുസരിക്കുവാൻ, ഉപദേശം അവൻ അനുസരിക്കുവാൻ തുടങ്ങിയായപ്പോൾ വലക്കീറുമാറുള്ള പെരുത്ത മീൻകൂട്ടത്തെ അവനും അവന്റെ കൂടെയുള്ളവർക്കും കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് തുണ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വാസത്തോടുകൂടി ദൈവത്തോടെ പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം കൂടെ വായിച്ചിട്ട്, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചും തളർന്നും പോകും, യൗവനക്കാർ ഇടറി വീഴുമെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കടന്നുവരും.
അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. കാരണമെന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ അവർ പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് നിമിത്തമാണ്. തളർത്തിക്കളയുവാൻ അനേകമതി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മേലുണ്ടാകും. തളർന്നു പോകാതെ നിൽക്കുവാനിടയാകണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം നയിക്കുവാനിടയാകട്ടെ. നമ്മുടെ ഹൃദയം ഏകാഗ്ര ഹൃദയമുള്ളവരാകട്ടെ. ദൈവസന്നിധികൾ സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നവരാകട്ടെ. നിങ്ങളുടെ നിസ്സഹായത്വ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തുന്നവരാകട്ടെ. ജീവിതത്തിൽ എവിടെയെങ്കിലും പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരാജയം ദൈവത്തോട് പറയുവാനിടയാകട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്നതാകുന്ന വാക്കുകളെ കേൾക്കുവാനിടയാകട്ടെ. അനുസരണത്തോടുകൂടി അത് പ്രവർത്തിക്കുവാനിടയാകട്ടെ. ദൈവം നമ്മെ സഹായിക്കും. ആസയെ ദൈവം സഹായിച്ചതുപോലെ, അല്ലെങ്കിൽ തന്റെ മക്കളെ ദൈവം സഹായിച്ചതുപോലെ നമ്മയും കർത്താവ് സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.